ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിവാദം പുരോഗമിക്കുന്ന ഒരു രീതി ഒന്ന് നോക്കൂ. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു, പൃഥ്വിരാജ ഖേദം ഷെയർ ചെയ്തു. ഈ സിനിമയിൽ എഡിറ്റ് വരുത്താൻ സമ്മതിച്ചിട്ടുണ്ട്. ചില സീനുകൾ എഡിറ്റ് ചെയ്ത് ഔട്ടാക്കുകയുമാണ്. അപ്പോൾ അത്രയും കാര്യം കഴിഞ്ഞപ്പോൾ ഈ വിവാദം കഴിയേണ്ടതാണ്. കഴിയുന്നില്ലല്ലോ. പുതിയ പുതിയ വാദങ്ങളുമായി വരികയാണ്. ഇന്നത്തെ ഓർഗനൈസറിന്റെ വാദം ഇത് ക്രിസ്ത്യാനിറ്റി അവഹേളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം എന്താണ്? പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ പോയിന്റ് ചെയ്ത്, പൃഥ്വിരാജിനെ വലയം ചെയ്ത്, പൃഥ്വിരാജിനെ ആക്രമിക്കുക എന്നൊരു സമീപനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണണമല്ലോ നമ്മൾ. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ, ഒരാൾ അയാളുടെ കലാസൃഷ്ടി നടത്തുന്നതിന്റെ പേരിൽ അയാളെ വേട്ടയാടിയാൽ ആ വേട്ടയാടപ്പെട്ട ആളുകളുടെ കൂടെ നിലകൊള്ളുക, വേട്ടയാടപ്പെട്ട ആളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? ശ്രീ അഭിലാഷ്, മിതത്വമാണ് നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ആദ്യ വെർച്യു. ഒന്ന്, ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല. മോഹൻലാൽ ഖേദപ്രകടനം നടത്തുകയാണ് ചെയ്തത്. അപ്പോളജി വേറെ, റിഗ്രറ്റ് വേറെ. എല്ലാവർക്കും മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം. കാരണം മോഹൻലാലിനെ RSS ആക്രമിച്ചു എന്ന് ഇരവാദം പറയാനും, അല്ലെങ്കിൽ മോഹൻലാൽ ഞങ്ങളെ പേടിച്ചു എന്ന് പറയാനും, മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം. അങ്ങനെയല്ല, വളരെ ആലോചിച്ച് ഒരു ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഖേദപ്രകടനമാണ്. അതിൽ ആരെയും തെള്ളി പറയാതെ, പൃഥ്വിരാജിനെ തെള്ളി പറഞ്ഞിട്ടില്ല, സിനിമാക്കാരെ തെള്ളി പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാരെയും ഒന്നിപ്പിക്കാനായി ഒരു നിലപാട് മുമ്പോട്ട് വെച്ചു. അതിന് പൃഥ്വിരാജ് ഷെയർ ചെയ്തു, ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു. എന്നാൽ ശ്രീ മുരളി ഗോപി ഷെയർ ചെയ്തുമില്ല. മുരളി ഗോപി പകരം ഒരു ഈദ് ആശംസയാണ് ഇട്ടത്. ഇതിനൊന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ ഹെൽത്തിയായി നമ്മൾ കാണണം. ഇനി മുരളി ഗോപിയുടെ അച്ഛൻ ഒരു BJP മെമ്പറാണ്. 2004 BJPയിൽ ഭരത് ഗോപി സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. മല്ലികാ സുകുമാരൻ ഈ കഴിഞ്ഞ ഇലക്ഷന് നരേന്ദ്രമോദിജിക്കും BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വീഡിയോ ഇട്ട വ്യക്തിയാണ്. നരേന്ദ്രമോദിജിയുടെ കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്താലേ കേരളത്തിന് മാറ്റം ഉണ്ടാകൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മല്ലികാ സുകുമാരൻ. അവരെയാണ് നമ്മുടെ പല ആൾക്കാരും ചീത്ത വിളിക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി രണ്ട്, നമ്മൾ എന്തിനാണ് ഈ ലിബറൽ കള്ളം പറയുന്നത്? ഈ സിനിമ 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണെന്ന് മനസ്സിലാത്ത ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ? വെറുതെ നമ്മൾ പറയരുത്. കലയ്ക്ക് വേണ്ടി എന്നൊന്നും പറയരുത്. കലയ്ക്ക് വേണ്ടി എന്നൊന്നും പറയുന്നില്ല. ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് ഈ സിനിമ. ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമയല്ല. ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ്. ഇത് ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമയല്ല. അത് തെറ്റാണ്. അല്ലല്ല, രാഹുൽ ഈശ്വർ അങ്ങനെ വെറുതെ തെറ്റ് പറയരുത്. അല്ല, ഞാൻ പറഞ്ഞ പോളിഷ്ഡ് ആയിട്ട് നുണ പറയരുത് രാഹുൽ ഈശ്വർ. പറയട്ടെ, ഈ സിനിമ കാണിച്ച്, ഈ സിനിമ മുഴുവൻ ഗുജറാത്ത് അല്ല, ഈ സിനിമ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമ അല്ല രാഹുൽ. സാറിന്റെ സമയത്ത് ഇടപെട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. സാറിന്റെ സമയത്ത് ഇടപെട്ടില്ല, ആ മര്യാദ കാണിക്കണം. സാറിന്റെ നിലപാട് സാർ പറഞ്ഞാൽ മതി. എന്റെ നിലപാട് എന്താ ഞാൻ പറഞ്ഞോളാം. ഈ സിനിമയുടെ അടിസ്ഥാന പ്രമേയം നേരത്തെ ശംഖു വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് കലാപത്തിൽ മുറിവേറ്റ ഒരു മുസ്ലിം ബാലന്റെ പ്രതികാരമാണ്. അതിന് കള്ളം പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നേരെ തിരിച്ച് ഗോത്രയുടെയും കൂടെ റെപ്രസെന്റേഷൻ ഉണ്ടാകാം എന്ന് പറയുന്നത് വളരെ മര്യാദയുള്ള നിലപാടാണ്. കാര്യം ഈ എന്താ പറയുന്നത്, ആ ട്രെയിനിന്റെ ബേണിംഗും ഉണ്ടായി, ഗുജറാത്ത് കലാപം ഉണ്ടായി. രണ്ടും വിഷമകരമായ കാര്യമല്ലേ? ഇവിടെയാണ് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നത്. രണ്ട്, എനിക്ക് സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ വീണ്ടും കാണാൻ പോകുന്നുണ്ട്. പക്ഷേ 2 ജില്ലകൾ ബോംബ് വെച്ച് തകർക്കുമെന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡാമിൽ ബോംബ് വെച്ച് തകർക്കും, 2 ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് ഓവറാണ്. ശ്രീ കെ സുരേന്ദ്രൻ ഒരു സിനിമയിലെ വില്ലന്മാർ എന്തൊക്കെ പറയും എന്റെ രാഹുൽ ഈശ്വരെ? ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ, എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രമായി കേരളത്തിലെ എണ്ണം പറയുന്ന ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ഓർമ്മയുണ്ടാവുമല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്, കേൾക്കുന്നവർക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ക്യാരക്ടർ പറഞ്ഞ ഡയലോഗ് വെച്ചിട്ട് അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? അല്ല, അങ്ങനെയല്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഹിന്ദുത്വവാദിയല്ല, BJP-കാരനല്ല. പക്ഷെ ഹിന്ദുത്വവാദികളോടും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഈ ഹിന്ദുത്വവാദിയായ ഒരു നേതാവ് വന്ന് 2 ഡാം പൊട്ടിച്ച്, ഒരു ഡാം പൊട്ടിച്ച് 2 ജില്ലയിൽ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് ഓവറാണ്. ഇത് കേട്ട് BJP RSS ചുമ്മാ ഇരിക്കണോ? അവർ പ്രതികരിക്കൂലേ? എന്തെങ്കിലും ഒരു മയം വേണ്ട. ഇനി ഈ സിനിമയിൽ ഒരു സജഷൻ പറയാം. ശരി, ഒരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വരാം. അതിന്റെ കണ്ടന്റിലേക്ക് വരാം. സമയം പോയി, അതുകൊണ്ടാണ്.